on the vocals. Bass guitarist is Nathan, keyboard വായിക്കുന്നത് മനു, പിന്നണി percussions പ്രവീൺ, drums സൂര്യ and lead guitarist is സിദ്ധാർത്ഥ്. ഞങ്ങൾ പാടാൻ പോകുന്ന ഫസ്റ്റ് പാട്ട് നിലവെല്ലാം നിത്യ എന്നൊരു സിനിമ. ആ സിനിമയിൽ നിന്ന് நீதானே எந்தன் பொன் வசந்தம் புதுராஜ வாழ்க்கை நாளை உன் சொந்தம். വരുൺ, what you have told me? ഡേയ് എന്താണ് മച്ചാ പാട്ട് മാറ്റിയേ? ഏയ് ഏതോ കള്ളനോട്ട് കണ്ട പോലെ ഷോക്കാവല്ലേ, ഫ്രീ ആയിട്ട് വിട്. എല്ലാം ഓരോ കാൽക്കുലേഷനിലാണ് ചെയ്യുന്നത്. കോപ്പം തുടങ്ങാം. நீதானே எந்தன் பொன் வசந்தம் புதுராஜ வாழ்க்கை நாளை உன் சொந்தம். வாசல் ஹே வரவேற்கும் மண்ணேறும் உன் சொர்க்கம் ஹே அரங்கேறும் கண்ணோரம். நீதானே எந்தன் பொன் வசந்தம் புதுராஜ வாழ்க்கை நாளை உன் சொந்தம். பாதை முழுதும் கோடி மலர்கள் பாடி வருமே தேவ குயில்கள் உன்னாடை ஹே மிதக்கின்ற பாலாடை உன் காலை ஹே குளிப்பாட்டும் நீரோடை. நீயாடை அணிகளில் சூடும் மறைகளில் ரோஜா மல்லிகை வாசம் முகவேர்வை துளியது போகும் வரையில் தென்றல் கவரிகள் வீசும் சந்தோஷம் உன்னோடு கை வீசும் என்னாலும். நீதானே எந்தன் பொன் வசந்தம் புதுராஜ வாழ்க்கை நாளை உன் சொந்தம். താങ്ക് യു. മച്ചാ നിലവെല്ലാം നിത്യ സൂപ്പർ മച്ചാ, വാടാ. കലക്കി കളഞ്ഞു. അല്ല, ഓർക്കസ്ട്രയൊക്കെ കറക്റ്റായിട്ട് അവർ വായിച്ചല്ലോ. നേരത്തെ പ്രാക്ടീസ് ചെയ്തായിരുന്നോ? അതെ അതെ ചെയ്തായിരുന്നു. മച്ചാ, സുഭാഷിനി എന്നൊരു പെണ്ണ് വന്നിട്ടുണ്ട്. അവളുടെ പാട്ട് കേൾക്കട്ടെ. വന്നേ, ഏയ്, വന്നേ. എവിടേക്കടാ? Varun, are you here for the debate competition? മച്ചാ, ബൂസ്റ്റ് ചെയ്യുന്ന പോലെ സംസാരിക്കലടാ. ഉള്ളിൽ കുടുങ്ങുന്ന ടോപ്പിക് എടുത്ത് സംസാരിക്കുക. 1000 രൂപ ഞാനും വരാം. Guys, പേര് കൊടുത്ത ഫ്രീ ആയിട്ട് അകത്ത് പോകുന്ന പറഞ്ഞ. യെസ് യെസ്, ഐ എം പാർട്ടിസിപ്പേറ്റിംഗ്. ഒറ്റക്ക് പോയാൽ പോലെ ഞാൻ വന്നോ? ഡേയ്, ഇത് ഡിബേറ്റോ അതോ മ്യൂസിക്കൽ ചെയറോ? നീ ഇരിക്ക്. പാർട്ടിസിപ്പൻ്റ് എന്ന് കള്ളം പറഞ്ഞ അകത്ത് വന്ന് ഇവിടെ ഇരുന്നോട്ടെ. Yeah. Varun Krishnan? ഹേയ് ജിനി. Oh my god, Varun Krishnan. ഹായ് ജിനി. How are you, da? നല്ല വിശേഷം. സ്കൂൾ കഴിഞ്ഞ് കണ്ടിട്ടേ ഇല്ലല്ലോ. ഏയ് ദിസ് ഇസ് പ്രകാശ്. പ്രകാശ് ദിസ് ഇസ് ജെനി. ജെനി ജെനി ദിസ് ഇസ് പ്രകാശ്. അതൊക്കെ വിട്. തകർത്ത് പാടി മച്ചാ, കാലക്കി ഇട്ടാ. ആർക്ക് വേണ്ടിയാ പാടിയ? സ്കൂളിൽ നിന്ന് നീ ഒരു പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലല്ലോ. സ്കൂളിൽ നിന്ന് പോയ ശേഷം നീ ഞങ്ങളോട് സംസാരിച്ചിട്ടേ ഇല്ല. ഹോ, യു സോ മീൻ വരുൺ. എത്ര ക്ലോസ് ആയിരുന്നു നമ്മളെല്ലാരും. ആലോചിച്ച് പോലും നോക്കാറില്ല അല്ലേ ടച്ചിലിരിക്കണമെന്ന്. ഞാനും നിത്യം ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇപ്പൊ പോലും സെയിം കോളേജ്, വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ്. സൈക്കോളജി ആര് പഠിക്കാനാ? could all the participants please take their ഡിബേറ്റ് seats? സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. The debate competition ഒരുപാട് will start സംസാരിക്കാനുണ്ട്. soon. I'll talk to you Okay, later. sure. നിത്യ ആള് മാറിപ്പോയല്ലേ. ലുക്കിംഗ് ഗുഡ്. കണ്ടോടാ അവള്. വാ. യു ആർ സോ മീൻ വരുൺ. എന്താണ് അവള് ടോപ്പിക്ക് കൊടുക്കാതെ എത്ര നേരം സംസാരിക്കുന്നേ? പല്ലുപോയ സിബ് പോലെ വാ തുറന്ന മൂടത്തേ ഇല്ല. നീ ഇരിക്കെ.
To forgive and forget, strength or weakness. First participant, Nitya Vasudevan, WCC College. Good morning. Forgiving and forgetting, strength or weakness. ഇംഗ്ലീഷ് മച്ചാ 1000 രൂപ പോരടാ 10000 രൂപ To തന്നാലും forgive ശരിയാവില്ല without ഞാൻ forgetting. പോവാ It's not to forgive at all. Why bother forgiving if you can't forget? To err is human nature, and it would be a mistake for any of us to believe that we are above making one. It is true, however, unfortunate that we feel the people we love and care about most of the time. In such a situation, do we not deserve a chance to redeem ourselves? Should our മച്ചാ, loved one be prevented ഈ from പ്രേമിക്കുമ്പോൾ right or wrong? നമ്മൾ കാണുന്ന സിനിമ, നമ്മൾ കേൾക്കുന്ന പാട്ട് എല്ലാം നമുക്ക് വേണ്ടി എഴുതിയതുപോലെ തോന്നില്ലേ? ഇൻക്ലൂഡിങ് ദാറ്റ് വട്ടായിപ്പോയ എന്ന സോങ് ഓൾസോ. ഫോർഗെറ്റ് ആൻഡ് ഫോർഗിവ് എന്ന് വീണ്ടും വീണ്ടും പറയുന്നതുകൊണ്ട് പഴയതെല്ലാം മറന്നിട്ട് പുതിയതൊന്നും നോക്കണമെന്ന് തോന്നുന്നുണ്ടോ? സത്യമായിട്ട് ഇതിനു മുമ്പ് ഒക്കെ ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലടാ. അത്ര സുന്ദരിയാടാ. എനിക്കിവിടെയുള്ള എല്ലാ ഫിഗറും നല്ല ഭംഗിയുള്ളതാ. ബിക്കോസ് ഐ ആം സ്റ്റഡീഡ് ഇൻ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മച്ചാ. സോ സോറി, ക്യാരി ഓൺ. Sometimes a second chance is the best gift that you can give someone you love. And if you love someone, sometimes a second chance is the best gift you can give yourself. Next participant, Of Shweta kalaki Iyer, molu. Stella Maria's College. Confirm ആയിട്ട് ഇത് നിനക്ക് You'll തന്നെ. definitely win this competition, Nitya. Definitely. സൂപ്പർ. ഇതുപോലുള്ള നല്ല കാര്യങ്ങളെല്ലാം വർഷത്തിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് ഈ ഭ്രാന്ത് പിടിപ്പിക്കുന്ന സെമസ്റ്റർ 3 മാസം മുഴുവൻ വെച്ച് കഴുത്തിറക്കുന്നത് വെച്ച് ഇവനെ എല്ലാം സോറി പ്രൊഫസർ. അച്ഛാ, ഒരു 10-15 പ്രാവശ്യം അവൾ എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താവോ എന്തോ. അത് ഒറ്റ ദിവസം കൊണ്ട് ഈ 5 മണിക്കൂറിനുള്ളിൽ എന്നെ പിടിച്ച് കുലുക്കി കളഞ്ഞു മച്ചാ. എടാ എന്ത് ചെയ്യടാ മച്ചാ, ലോറിയുടെ അടിയിൽ വീഴുന്നവരെ പോലും രക്ഷിക്കാം, എന്നാൽ ലവിൽ വീഴുന്നവരെ രക്ഷിക്കാൻ കഴിയില്ല. ഐ ആം വെരി സോറി മിസ്റ്റർ വരുൺ. തൂക്കിലേറ്റുന്നതിന് മുമ്പ് ഒരു കറുത്ത തുണി കൊണ്ട് മുഖം മൂടില്ലേ, അതുപോലെ ആയിരിക്കും ഇപ്പോൾ നിനക്ക്. എല്ലാം കഴിഞ്ഞു അവളെ സാരിയിൽ കാണുമ്പോൾ. ശരിയാ മച്ചാ. ആ ഫീല് നീ ശരിക്കും മനസ്സിലാക്കിയല്ലേ മച്ചാ? ലൈഫ് ലോങ് നീ ശരിടാ. ഓ പോടാ, പോയി സംസാരിക്കും മച്ചാ. ഇത് മറ്റുള്ള കേസ് പോലെയല്ല, പോയാൽ പിന്നെ പിടിക്കാൻ കഴിയില്ല. ചെന്ന് സംസാരിച്ചില്ലെങ്കിലോടാ. അവള് നിന്നെ തന്നെ നോക്കുന്നത്. പോടാ, പോയി സംസാരിക്കടാ. എന്താടാ പറയണ്ടേ? റേഷൻ കടയിൽ പാമോയിൽ കൊടുക്കുന്നുണ്ട്, നിനക്ക് വേണേ മേടിച്ചുകൊണ്ടൊന്നും തരാമെന്ന് പറയും. നീ നേരത്തെ പറഞ്ഞില്ലേ ഇടത് കണ്ണ് തുടിച്ചു വലത് മൂക്ക് എരിഞ്ഞു എന്നൊക്കെ, അതുപോലെ റൊമാൻസ് ചെന്ന് പറയടാ. സി ഹായ്, ഹൗ ഇസ് ദ വെദർ, അവിടെ നിന്ന് തുടങ്ങി വിൽ യു മാരി മീ, ഇന്ന് തന്നെ സംസാരിച്ച് തീർത്തേക്ക് പോ. മെല്ലെ താണിറങ്ങി മണ്ണിൽ വന്നാടണേ, ചാരൽ തന്ന ഗന്ധമെങ്ങും വീശനുണ്ടേ.
ഗന്ധം പേറും ഭാഷ എൻ്റെ ഉള്ളം കൊണ്ടാടുന്നേ. പോകെ പോകെ മൗനം വന്ന് മൂടി എന്നെ. പൂക്കൾ പൂക്കും മുമ്പിലെ ഗന്ധം വന്നതെങ്ങിനെ. സ്നേഹമോട് വാഴും രണ്ട് മനസ്സിലെ ഉണരും കലനം കലനം. വാനമില്ലി താണിറങ്ങി മണ്ണിൽ വന്നാടണേ, ചാരൽ തന്ന ഗന്ധമെങ്ങും വീശനുണ്ടേ. ഗന്ധം പേറും ഭാഷ എൻ്റെ ഉള്ളം കൊണ്ടാടുന്നേ. പോകെ പോകെ മൗനം വന്ന് മൂടി എന്നെ. Hey Varun, what are you doing here? Nothing da. You want to play with me or Nitya? Are you a girl? Want to play with you da? Then come. അച്ഛാ അച്ഛാ ആ വരുന്നോട് ഞാൻ ഇല്ല. തിരിഞ്ഞു നോക്കല്ലേ. എന്താ? ഇന്നലെ നല്ല ക്യൂട്ടായ ഒരുത്തൻ ക്ലാസ്സിൽ വന്നില്ലേ? ആര്? നിത്യ, നീ കണ്ടില്ല. എങ്ങനാ അവനെ ഇനി കാണുന്നതെന്ന് ആലോചിച്ചു ഞാൻ. വന്നെന്തായാലും ദേ ഇപ്പോ. എനിക്കറിയില്ലല്ലോ. എന്ത് ഡ്രസ്സാടാ? യൂണിഫോം ആടാ. PSVB സ്കൂളാണെന്നാ തോന്നുന്നത്. PSVBയോ? ഗേൾസ് ഇങ്ങനെയാണ് നോക്കുന്നത്. അവന് മനസ്സിലാവില്ലേ നമ്മൾ അവനെ നോക്കുന്നതെന്ന്. ഐഡിയ. ഗേൾസ് ഗേൾസ് ഗേൾസ്, എൻ്റെ ഫിസിക്സ് ബുക്ക് അവിടെ ഉണ്ടോ? ഇല്ലല്ലേ. നാശം. നാച്ചുറൽ ആക്ട് ചെയ്യാൻ പോലും ഒന്നിനും അറിയില്ല. നിത്യ നിത്യ വി റോൾ. നിത്യ 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 ഇവിടെ വാ പ്ലീസ്. 2 minutes. എൻ്റെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് നിന്റെ കാറിലാണ്. ഏയ് എന്താടി നിത്യ? സോറിടാ. This is a joke. He didn't see. Promise. Please. Please, da. Come on. Nuts. അവൻ കണ്ടില്ല. നിത്യ നിത്യ നിത്യ. ഏയ് കണ്ടായിരുന്നോ? ഇത്രയ്ക്ക് ഹാൻസം ആയിട്ട് ഒരാൾ നമ്മുടെ ക്ലാസ്സിലെ. ഒന്ന് നിർത്തിക്കൂടെ പ്ലീസ്? എന്ത് മോശം അത്. അവനറിയാം എല്ലാവർക്കും അവനെ ഇഷ്ടമാണെന്ന്. നല്ല ഹൈറ്റ്, സോഫ്റ്റ് ആയ കണ്ണ്, ക്യൂട്ട്, പെർഫെക്റ്റ് സ്മൈൽ. നിങ്ങൾക്കറിയോ അവൻ വെറും വേസ്റ്റ്, ലൂസ്. ചില പിള്ളേരെ സൂക്ഷിക്കണമെന്ന് നമ്മുടെ പാരൻസ് പറയാറില്ലേ, അത് തന്നെയാ ഇവൻ. സോ യു നോ ഹിം. നിനക്ക് അവനെ അറിയാമോ? നിനക്ക് അവനെ അറിയോ? ഏയ് അവൻ്റെ പേരെന്താ? ഏയ് ഹോട്ടല്ലേ? ഹോട്ടോ? ആ പെണ്ണ് നല്ല ഹോട്ടല്ലേ? എടാ മച്ചാ, എനിക്ക് അവളെ അറിയാമെന്ന് തോന്നുന്നത്. സൂപ്പർ മച്ചാ. അവളുടെ പേരെന്താ? അറിയാന്നല്ലേ പറഞ്ഞ, എന്നിട്ടെന്താ മിണ്ടാത്തെ? പോയി സംസാരിക്കേ. എക്സ്ക്യൂസ് മീ. ഓക്കെ മച്ചാ, നാളെ കാണാം. ബൈ. നിത്യ അല്ലേ? നിത്യ വാസുദേവൻ, C ബ്ലോക്ക്, അളകനന്ദ അപ്പാർട്ട്മെന്റ്സ്. ഓ സോറി, ഞാൻ വരുൺ കൃഷ്ണൻ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഐ മീൻ സീസൈഡ് പാർക്കിൽ. മുമ്പ് ഓർമ്മയില്ല? 7 വർഷം മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, ഡ്രോയിങ് ഒക്കെ ഒരുമിച്ച് വരച്ചിട്ടുണ്ട്. അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതിനെന്ത് വേണം? അതിനുശേഷം സംസാരിച്ചിട്ടുണ്ടോ ഇത്ര നാൾ? വേറെ ഫ്രണ്ട്സിനെ കിട്ടിയല്ലേ? അല്ല, നീ പറഞ്ഞില്ലേ നീ അവിടുന്ന് ഷിഫ്റ്റായി പോയെന്ന്. അതുകൊണ്ടാണോ പിന്നെ മിണ്ടാതിരുന്നത്? അല്ല,
അതുകൊണ്ടല്ല, നിനക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് മനസ്സിലായി. ഐ വിൽ സീ യു ലേറ്റർ. എക്സ്ക്യൂസ് മീ. വാട്ട്? ഇവിടെ ഇപ്പൊ എന്താ നടന്നത്? 10 വർഷത്തിന് മുമ്പ് നടന്ന എന്തോ ഒരു നിസ്സാര കാര്യത്തിന് ഇപ്പൊ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നേ? കഷ്ടമുണ്ടടി. 7 വർഷം. 2.5 വയസ്സിലെ നമ്മുടെ കോർ പേഴ്സണാലിറ്റി രൂപപ്പെടുന്ന അറിയോ നിങ്ങൾക്ക്? അപ്പോൾ എങ്ങനെയാണോ ജീവിതം മുഴുവൻ അങ്ങനെ ആയിരിക്കും. അവൻ അപ്പോഴേ വെറും വേസ്റ്റ്, ലൂസർ. ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ നിന്റെ പേഴ്സണാലിറ്റി എന്താ? മുൻകോപി, റൂഡ്. അപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നോ? ഓഹോ, നിനക്കെന്നെ 5 വർഷമായിട്ട് അറിയാം. അവനെ നിനക്ക് തീരെ അറിയില്ല. അവൻ ഹാൻഡ്സ് ആയതുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്യാണോ? നിത്യ, ഓക്കെ, നിനക്ക് അവനെ ഇഷ്ടമല്ല, മനസ്സിലായി. അവൻ കോഫി വാങ്ങി തരുന്ന ടൈപ്പല്ല. നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും, ആ ടൈപ്പാ. ഞാൻ പറഞ്ഞില്ലേ എന്തൊരു question ചോദ്യം. ചോദിക്കാൻ. I wrote everything ഇപ്പൊ അങ്ങനെ correctly. ഇരിക്കുന്നു. ഞാൻ എന്തായാലും അത് എഴുതി. ഇറ്റ് വാസ് an easy paper. ഈസി ഞാൻ കണ്ടിട്ടില്ലേ? നല്ല കാര്യം. ക്വസ്റ്റ്യനെ കുറ്റം പറയല്ല നിത്യ. സംശയം ഉണ്ടായിരുന്ന എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ? അതിൻ്റെ ആവശ്യമില്ല. വേണേൽ സാറിനോട് ചോദിക്കാമല്ലോ. x=5 ആണെന്ന് പറയായിരുന്നു. എങ്ങനെ പറയണമെന്ന് അറിയില്ല. ആക്ച്വലി നീ എൻ്റെ അടുത്ത് ആൻസർ ചോദിച്ചേ ഇല്ലല്ലോ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്ത് ട്രൈ ചെയ്താ? സാറ് വരെ കണ്ടു. നീ എന്നോട് ആൻസർ ചോദിച്ചെന്ന് പറഞ്ഞത് കള്ളല്ലേ? അതാ ഞാനും പറയാഞ്ഞേ. എൻ്റെ ചേട്ടനോട് അന്ന് പറഞ്ഞത് പോലും കള്ള. നീ തന്നെ വേണമെന്ന് ഞാൻ പറയണമായിരുന്നു. ലാസ്റ്റ് ഡേ സെയിം പിഞ്ച്. നിത്യ, സോ ബെസ്റ്റ് ഓഫ് ലക്ക് എക്സാംസിന്. യു ടു. താങ്ക്സ്. എക്സാംസ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുമോ? പാർട്ടി, ട്രീറ്റ്, സെലിബ്രേറ്റ്? പാസ്സാകുന്ന അത്ര കോൺഫിഡൻസാ? ഹിസ്റ്ററി ജോഗ്രഫി പഠിക്കാന്നതിൽ അത് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. വെളിയിൽ ടീ ഷോപ്പിൽ ടീയോ കോഫിയോ എന്തെങ്കിലും പോയി കഴിച്ചാലോ? അവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ. ഞാൻ വാങ്ങിത്തരാം. ആ ഇൻവൈറ്റ് ഫോർ മീ കോഫി. അവൻ വാങ്ങിത്തരും. ചേട്ടാ, ഒരു കട്ടൻ ചായ. കോഫി. സോ എക്സാം കഴിഞ്ഞാലും കാണാൻ പറ്റുമോ? ഞാനിവിടെ ഉണ്ടാവില്ല. ഹോളിഡേയ്സിൽ പുറത്തേക്ക് പോവും. ഞാനും പോവും. ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരും. ഞാൻ അടൂർക്കാ പോകുന്നത്. അടൂർ നിത്യ, കാണാൻ സോ ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ്, ദ ഡ്രൈവ്. നീ പോയിട്ടുണ്ടോ? സീരിയസ് ആയിട്ടും? സത്യമാണോ പറഞ്ഞേ? ഹേയ്, നീ പോയിട്ടില്ലേ? നീ ഉറപ്പായും പോണം. സോ നീ എവിടെയാ പോന്നേ? ഓസ്ട്രേലിയ. ആക്ച്വലി വരുൺ, ഹോളിഡേയ്സിൽ ഞാനിവിടെ ഉണ്ടാവേ ഇല്ല. എക്സാം കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ പുറപ്പെടും. ലോങ് ഹോളിഡേ. സ്കൂൾ റീഓപ്പൺ ഡേയിൽ തിരികെ വരൂ. നേരെ 11th സ്റ്റാൻഡേർഡ്. ഓസ്ട്രേലിയയിൽ എവിടെ? ഫുള്ളായിട്ട് ഒരു കറക്കം. മെൽബൺ? എന്റെങ്കിലും മെൽബണിൽ തന്നെ. അവിടെ ആദ്യം പോകുന്നേ. എന്താ? അല്ല, എനിക്കറിയാവുന്ന ഒരു പെണ്ണ് അവിടെ മെൽബണിലുണ്ട്. അവളെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ അടുത്ത ഫ്രണ്ടാ. കറക്റ്റ് എവിടെയാണെന്നറിയില്ല, എന്നാലും നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റും. അത് അവളെന്തെങ്കിലും ആലോചിക്കുമ്പോൾ കയ്യിലിരിക്കുന്ന പേന കടിച്ചുകൊണ്ടേയിരിക്കും. അവൾ ചിരിച്ച റൂമിലുള്ളൊരു മോട്ടോർ ബൈക്ക് വന്ന പോലെ തോന്നും. അവൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ
സോറി പറഞ്ഞതിന് ശേഷം വഴക്കിട്ടുകൊണ്ടേയിരിക്കും, സംസാരിച്ച് കൊല്ലും. എനിക്ക് അവളെ അറിയാന്ന് വിചാരിക്കണു. ആ, ചാൻസ് ഉണ്ട്. അവളോട് വേഗം തിരിച്ചു വരാൻ പറയണേ, പെട്ടെന്ന് വരാൻ പറയണേ. കാരണം ഇവിടെ ഒരുത്തൻ അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നെന്ന് പറയണേ. പറയില്ലേ? പറയാം. ഭയങ്കര വിശപ്പ്. ചേട്ടാ, സമോസ 2, 4 ബട്ടർ ബിസ്ക്കറ്റ്. വരുൺ, ഞാനല്ലേ ഓർഡർ ചെയ്ത്, ഞാൻ പേ ചെയ്തോളാം. വാ. നോ നോ നോ, ഞാൻ കൊടുത്തോളാം. ഇന്ന് മാത്രമല്ല, ഇനിയെന്നും അങ്ങനെ മതി. മറഞ്ഞ കഥകൾ പിന്നെയും വരികൾ തോറും നിറയുന്നേ. പാദം രണ്ടുമേ പാദമാറിപ്പോയത് വീണ്ടും ഇവിടെ ചേർന്നിതാ. നിൽക്കാതെ ഓടി ഓടി ഞാൻ തേടും എൻ പ്രാണൻ നീതാ. മായാതെ ഉള്ളിൽ സ്നേഹം തന്നേ നീ. നിന്നെ കാണാനായടി. Oh my God. Oh my God. എക്സൈറ്റഡ് ആവാതെ. നീ കാരണമാ നിനക്ക് വേണ്ടി ഈ സ്കൂളിൽ ജോയിൻ ചെയ്തതെന്ന് ഞാൻ ആരോടും പറയത്തില്ല, നീയും ആരോടും പറയല്ലേ. വാനം മെല്ലെ താണിറങ്ങി മണ്ണിൽ വന്നാടണി. ചാരൽ തന്ന ഗന്ധമെങ്ങും വീശനുണ്ടേ. ഗന്ധം പേറും ഭാഷ എന്റെ ഉള്ളം കൊണ്ടാടുന്നേ. പോകെ പോകെ മൗനം വന്ന് മൂടി എന്നെ. പൂക്കൾ പൂക്കും മുമ്പിലേ ഗന്ധം വന്നതെങ്ങിനെ. സ്നേഹമോട് വാഴും 2 മനസ്സിലേ ഉണരും കലനം കലനം. വാനം മില്ലെ താണിറങ്ങി മണ്ണിൽ വന്നാടണേ. ചാരൽ തന്ന ഗന്ധമെങ്ങും വീശലുണ്ടേ. ഗന്ധം പേറും ഭാഷ എന്റെ ഉള്ളം കൊണ്ടാടുന്നേ. പോകെ പോകെ മൗനം വന്ന് മൂടി എന്നെ. നിത്യ, ഹായ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. സ്കൂൾ പീപ്പിൾ ലീഡർ. ഏയ്, ദീപക് 6th മുതൽ ഇവിടെ പഠിക്കുന്നതാ. നീ കഴിഞ്ഞ വർഷമല്ലേ ഇവിടെ ജോയിൻ ചെയ്തത്, അതുകൊണ്ടാ അവനെ സെലക്ട് ചെയ്തത്. പ്രിൻസിപ്പൾ പറഞ്ഞു, ഞാൻ ചോദിച്ചതാ വരുൺ. ഹേയ് നിത്യ, പ്ലീസ്, എനിക്കിതൊന്നും യാതൊരു താല്പര്യമില്ല. വിളിച്ചു തന്നാൽ പോലും ഞാൻ വേണ്ടെന്നേ പറയൂ. ഇതൊന്നും എല്ലാവരെയും കൊണ്ടും പറ്റില്ല. നമുക്കെല്ലാവരും ഒരുപോലെ കാണാൻ കഴിയണം, അതാണ് വേണ്ടത്. ഒരുമയ്ക്ക് ഇവിടെ എന്ത് വിലയുണ്ട്? ഞാൻ ദീപക്കിനെ പറഞ്ഞ്, നിന്നെയല്ല. നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം. എന്നാൽ ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ സംഭവിച്ചത്? എന്നും വൈകുന്നേരം അവൾ എന്നെ ഡ്രോപ്പ് ചെയ്യുന്നതാ, അത് മറന്നു. ലഞ്ച് കൊണ്ടുവരായിരുന്നു, അത് മറന്നു. സ്കൂളിൽ അവളെ കാണാൻ പോലും കിട്ടുന്നില്ല. എന്തിനു വേണ്ടിയായിരുന്നു എൻ്റെ സ്കൂൾ വിട്ട് ഞാൻ ഈ സ്കൂളിൽ ചേർന്നത്? നിനക്ക് വേണ്ടിയായിരുന്നു, അതാണ് സത്യം.
ഇതുവരെ കഴിഞ്ഞില്ല? നീ പോയെന്നാ വിചാരിച്ചേ. ഞാൻ പോയിന്ന് വിചാരിച്ചോ? ശരി, കഴിയാറായോ? ഇല്ല, ഹാഫ് ആൻ അവർ ആകും. 4:30 ഡെഡ് ലൈൻ ആണെന്ന് പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞ് നിൽക്കാതെ ജോലി മാത്രം ചെയ്തിരുന്നേൽ, അതോ ഡെഡ് ലൈൻ പറഞ്ഞത് വെറുതെ ഒരു രസത്തിനാ? വരുൺ, നിത്യ, ഞാൻ ക്ലാസ്സിലേക്ക് പോയിട്ട് വരാം. മജു, വലിയ ഡീസൻ്റ് ആവല്ലേ? വലിയ ഓവർ ആക്ടിംഗ് ഒന്നും ആവശ്യമില്ല. അവൾ എന്നോട് സംസാരിക്കാൻ അങ്ങോട്ട് വരും, നീ എവിടെയും പോകണ്ട. എന്താ വിചാരിച്ചിരിക്കുന്നേ? അവരോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ? നീ പറ, എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. എനിക്ക് തന്ന ഡ്യൂട്ടിയാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. നീയാ ഇഡിയറ്റ് പോലെ ബിഹേവ് ചെയ്യുന്നേ. എന്തിനാടാ അങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഇങ്ങോട്ട് വരുന്ന എന്തിനാ പറഞ്ഞേ? നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന് അവന്റെ മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയാ? ഓ, അവൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ നിന്റെ പ്രശ്നം? ദീപക്കിൻ്റെ മുന്നിൽ. ദീപക്, ഒരേപോലത്തെ വീട്, ഒരേപോലത്തെ കാറ്, ഒരേപോലത്തെ ഹോളിഡേയ്സ്. ഹേയ്, നിങ്ങൾ രണ്ടുപേരും ആക്ച്വലി മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ? പിന്നെ എൻ്റെ കൂടെ എന്തിനാ സമയം കളയുന്നേ? എന്ത്? ഞാനും ദീപക്കുവോ? അങ്ങനെയാണ് വിചാരിച്ചേ? ഹേയ്, ഓവർ ആക്ട് ചെയ്യല്ലേ. കണ്ടാലേ അറിയാം എല്ലാവർക്കും. എപ്പോഴും ഒന്നിച്ചുണ്ടാവും. അവൻ്റെ പൊട്ട തമാശക്കെല്ലാം നീ ചിരിക്കുന്നതും അവൻ. നീ ദിവ്യോട് സംസാരിക്കുന്നത് ഞാനും കാണാറുണ്ട്. നീ ചിരിക്കുമ്പോ അവളാണ് പഴി എൻ്റെ മേളിൽ ചാരല്ലേ. അതങ്ങനല്ല. അപ്പൊ അങ്ങനെയല്ലേ? നീ സംസാരിച്ചൊന്നുമില്ല, ഞാൻ സംസാരിച്ചാലോ കുഴപ്പം? ഞാൻ മനസ്സിലാക്കണം, നിനക്ക് പറ്റില്ല. ഒരു ഒരു പെണ്ണ് ചിരിച്ച അതിൽ മയങ്ങുന്ന പിള്ളേരിലൊരുത്തരാണോ നീ? അതുകൊണ്ടാ അവനെ നോക്കി ചിരിച്ച നിനക്ക് തെറ്റായി തോന്നുന്നേ. ശരി ശരി, ഓക്കെ, സംസാരിക്കാം. ദേഷ്യപ്പെടല്ലേ, എന്തുണ്ടെങ്കിലും സംസാരിച്ചു തീർക്കാം. എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് നിനക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താ മനസ്സിലാവാത്ത? ഭാഷ അറിയില്ലേ? ഇപ്പൊ വരാൻ പറ്റില്ല, എനിക്ക് ജോലിയുണ്ട്. നിത്യ, നമ്മളെക്കാൾ പ്രധാനമാണോ നിത്യ അത്? അവൻ ചെയ്യില്ലേ? നിന്റെ അടുത്ത് കുറച്ചേരം ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ. നിത്യ, വേഗം തീരുമാനിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യില്ല. ആ പടിയേറി അവൻ്റെ അടുത്ത് പോയാ അത്ര തന്നെ, അവിടെ അവസാനിക്കും. അവനോ ഞാനോ? ഞാൻ ഏത് വഴിക്കാ പോകുന്നതെന്ന് നോക്കി എന്തിനാ വരുൺ വെയിറ്റ് ചെയ്യുന്നേ? സിമ്പിളായി തീർത്തേക്കാം. ഇത് അവസാനിച്ചു, മതി. നിത്യ, ഇത് അവസാനിച്ചെന്ന് പറഞ്ഞത് നീയാ. വേറെ ഒന്നും പറയില്ലേ വരുൺ? പോകല്ലെന്ന് പറയേ വരുൺ. നിനക്ക് എന്ത് വേണേലും ഇനി ചെയ്യാം. നീ തന്നെയല്ലേ അവസാനിച്ചെന്ന് പറഞ്ഞ് പോകുന്നത്? അപ്ഗ്രേഡ് ആയ പോലെ തോന്നുന്നു. കട്ടൻ ചായയിൽ നിന്ന് ചായയിലെത്തിയോ? നീയും അതെ, ഒരു ഭംഗിയുള്ള പെണ്ണായി മാറി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. യു ആർ എ ബ്യൂട്ടിഫുൾ വുമൺ നൗ ദിത്യ. ജെനി എന്നോട് വന്ന് സംസാരിച്ചത് നന്നായി. ആദ്യം പേടിയായിരുന്നു, എന്താ എന്നെ കൊല്ലം വരുവാണോ എന്നാ ഞാൻ വിചാരിച്ചത്. എന്റെ മാനം രക്ഷിച്ചത് അവളാ. ഹോണസ്റ്റ്ലി മറ്റ് ഫ്രണ്ട്സിനെ ആരും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെ എൻ്റെ നമ്പർ നിനക്ക് തന്നതിന് ഭയങ്കര ഡിസ്കഷനാണ് നടന്നത്. നീ ഒരു മുന്നും പിന്നും നോക്കാത്തവനാന്ന് പറഞ്ഞ്. സോ 10th ട്യൂഷന് ശേഷം നീ അവിടെ പറഞ്ഞത്? ഇതാണല്ലേ ട്യൂഷൻ വേണ്ടാന്ന് പറഞ്ഞത്. ഇവിടാണോ ഡെയിലി മീറ്റിംഗ്? ആരാ ഇത്? പോടാ. ഹായ്, ഐ ആം അപൂർവ, വരുൺസ് യങ്ങർ ബ്രദർ. യു ക്യാൻ കോൾ മീ അപ്പു. ഹായ്. പോടാ അപ്പു എന്നൊക്കെ പറഞ്ഞു നിൽക്കാതെ. 4 വർഷത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. ആദ്യ ദിവസം തന്നെ കുടുങ്ങിയോ? ഇവരെല്ലാം നശിപ്പിക്കും. നീ വിളിച്ചോളെ, നമ്പർ തന്നോ?
സോ ഇനിയിപ്പോൾ കൈ നിറയെ ചില്ലറ കരുതി വെച്ചിട്ട് കോയിൻ ഫോൺ തേടി എവിടെല്ലാം അലയണം. ചില്ലൗട്ട്. കരി പുരണ്ടതുപോലെ ഒരു വൃത്തികെട്ട ഷർട്ട് ഉണ്ടായിരുന്നല്ലോ, അതിട്ട് പോയില്ലല്ലോ അല്ലേ? ഡേയ്, ചെക്ക് ഷർട്ടും ജീൻസും ഇട്ട് പോണോടാ. എന്താടാ? ചില്ലോട്ട് മച്ചാ. സോ നീ അവിടെ കോളേജിൽ പോകുന്നില്ലേ? WCC വിമൻസ് കോളേജിൽ. അതേടാ. അകത്ത് പോകും? ഇല്ല, വെളിയിൽ. ഗേറ്റ് കഴിഞ്ഞ്? അതിനും വെളിയിൽ. വാച്ച്മാൻ നിൽക്കുന്ന ഏരിയയിൽ പോലും നിന്നെ കേട്ടില്ലേ? സോ എല്ലാം പഴയതുപോലെ തന്നെയല്ലേ മച്ചാ? നോ ചേഞ്ച്, സെയിം. അതേടാ, അത് തന്നെ. അവളെ കാണാതിരുന്ന ഈ 3 വർഷത്തിനുള്ളിൽ അവൾ അമേരിക്കയിൽ പോയി, ആഫ്രിക്കയിൽ പോയി, മാൾട്ട എന്നൊരു സ്ഥലം അവിടെ പോയി, ഞാൻ അടൂർക്ക് പോയി, കൊടൈക്കനാലിൽ പോയി, ഊട്ടിക്ക് പോയി. മച്ചാ അവൾ എവിടെ പോയാൽ എന്താടാ? വേറൊരുത്തന്നെ കല്യാണം കഴിച്ച് വിദേശത്ത് പോയില്ലല്ലോ. ഏയ് ചില്ലോട്ട് മച്ചാ, മാൾട്ട എവിടെ തന്നെ അല്ലേ? ഇറ്റ്സ് ഓൺ ദ വേ ടു മൈസൂർ. ചില്ലോട്ട് മച്ചാ. Why should she call? Nitya, let him call. Guys, I'm telling you, trust me. കൂടെയുള്ള ചിക്സ് എല്ലാം നിത്യയെ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുക. മുഖ്യമായും ചീക്കപ്പോത്ത് വല്ലൊരെണ്ണമുണ്ടല്ലോ. വൈ ഷുഡ് യു കോൾ നിത്യ? ലെറ്റ് ഹിം കോൾ. ഐ ആം ടെല്ലിങ് യു, നോ, ട്രസ്റ്റ് മീ. അങ്ങനെ ശരിക്കും കൺഫ്യൂസ്ഡ് ആക്കും. ബട്ട് ഞാനതൊന്നും ചെയ്യില്ല. നിത്യയെ നീ വീണ്ടും കാണാൻ പോകുമല്ലേ? അതെ. അപ്പോൾ ആലോചിക്കാതെ നീ അവൾക്ക് ഫോൺ ചെയ്. സോ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ നീ മറന്നു കഴിഞ്ഞല്ലോ. എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? അയ്യോ, അതൊന്നുമില്ല. സ്കൂളിൽ വെച്ച് നമ്മൾ വഴക്കിട്ടത് അതൊന്നും പറയേ വേണ്ട. സീരിയസ്ലി, വി ആർ അഡൾട്ട്സ് നൗ. സൂപ്പർ. സ്കൂൾ നടന്നതിനെ പറ്റി ഒന്നും സംസാരിക്കണ്ട. ദീപക് എങ്ങനെ ഇരിക്കുന്നു? വളരെ നന്നായിരിക്കുന്നു. 3 കാറ് വാങ്ങിച്ചു, വലിയൊരു വീട് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്. ദിവ്യ നന്നായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടിരുന്നു. പാവം പെണ്ണ്. കൊള്ളാം. കള്ളം പറയേണ്ട വരുൺ, അവൾ US-ലാണെന്ന് എനിക്കറിയാം. അല്ല, ചുമ്മാ അവൾ US-ലാണെന്ന ഇൻഫർമേഷൻ താങ്ക്സ് നിത്യ. നീ മാറുന്ന ഒരു ലക്ഷണവും ഇല്ല. ശരി, ഫ്ലാഷ് ബാക്ക് ഒന്നും വേണ്ട, ഫ്യൂച്ചർ നോക്കി പോവാം. ഓക്കെ? അമേസിംഗ് അല്ലേ? ഈ കോളേജ് ബസ്സിൽ ഡെയിലി 6 മണിയാവും എൻ്റെ വീട്ടിലെത്തിച്ചേരാൻ. ഇപ്പം നമ്മൾ 1.5 മണിക്കൂർ മുമ്പ് വീട്ടിലെത്തും. ബട്ട് ഡെയിലി വേണ്ട നിത്യ. കാരണം ഇത്രയും ദൂരം നീ തനിയെ വരണം ഡ്രൈവ് ചെയ്ത്. ശരിക്കും ലോങ് ഡ്രൈവ് അല്ലേ? മുമ്പൊക്കെ പ്രകാശിനെ വെറുതെ ഇട്ട് ഓടിക്കും. അതും പോട്ടെ, നിന്റെ അച്ഛൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ സമ്പാദ്യം എല്ലാം പെട്രോളായിട്ട് കത്തിപ്പോവുക. പ്ലീസ് വരുൺ, ഒരു പ്രശ്നമില്ല, എനിക്കിഷ്ടമാണ്. നമ്മൾ ഒന്നിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ക്വാളിറ്റി ടൈം. ആൻഡ് ജീവിതത്തിൽ ആദ്യമായി ഒരു റെഡ് സിഗ്നലിൽ ട്രാഫിക് ജാമിൽ വെയിറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. സോറി നിത്യ, ഇത്ര തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചേയില്ല. ഞായറാഴ്ചയല്ലേ, അതോർത്തില്ല. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ആരുടെ കൂടെയാണെന്നുള്ളതാ എനിക്ക് പ്രധാനം. ഇതൊന്നുമല്ല, ഇതിലും വലിയ തിരക്കുണ്ടെങ്കിലും നീ അടുത്തുണ്ടെങ്കിൽ ഞാൻ സഹിക്കും. ഫുൾ ഫോമിലുള്ളതുപോലെ തോന്നുന്നു. നിനക്ക് തിരക്കല്ലേ വേണ്ടേ? അവിടെ 2 പെണ്ണുങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിരിക്കാൻ പറയട്ടെ? ഇവിടെ ഇരുന്നോട്ടെ. വരുൺ, നീ എന്തെടുക്കാ? ബാത്റൂമിൽ നിന്നാ സംസാരിക്കുന്നത്. പിന്നല്ലാണ്ട് അപ്പുറത്തൊരുത്തിനെ ഉറങ്ങുവാന്നോ അഭിനയിക്കുവാന്നോ അതോ പെണ്ണുങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നത് പഠിക്കുവാണോ എന്നറിയത്തില്ല. ഭയങ്കര കേടിയാ. ഏയ് നിത്യ, നിന്റെ അച്ഛൻ സെൽഫോണിനെ പറ്റി ഒന്നും ചോദിച്ചില്ലേ? പേടിക്കണ്ട വരുൺ, വേറൊന്ന് വാങ്ങിത്തരും നാളെ തന്നെ. നാളെ എൻ്റെ ഫോൺ ബില്ല് വരും. വരുൺ, ഞാൻ നോക്കിക്കോളാം. നിന്നോട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. ആരോ എടുത്തെന്ന് പറഞ്ഞു, ഞാൻ കള്ളൊന്നും പറഞ്ഞില്ലല്ലോ. നിത്യ, എന്താ? ഒന്നുമില്ല. ഞങ്ങൾ വളരെ വലിയ ഗ്യാങ്ങാ, എപ്പോഴും ഒന്നിച്ച് തന്നെ കാണും. വരുൺ, ഇവൻ മാത്രമാണോ ഫ്രണ്ട്, അതോ മറ്റാരും വരാത്തതാണോ? ഞങ്ങളെന്താ ചുമടെടുക്കാൻ വന്നതാണോ? കൂടെ 4 പേരെ കൊണ്ടുവരാൻ പറയാൻ?
വേറെ ആരെയും കിട്ടിയില്ലേടാ. നിങ്ങൾ എല്ലാരും നേരിടാൻ ഞാനൊരുത്തം പോരായോ? എന്താ? ചി ഇല്ല, ഞാൻ എന്തെന്നാൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ എല്ലാവരെയും കൂടെ ചേർത്താ എന്താ ഇത്ര സ്ലോ? സോറി മച്ചാ, വാട്ട് ഐ മീൻ ടു ആസ്ക് ദാറ്റ് തിങ്സ് മൈ തിങ്. സോറി മച്ചാ, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ശരിയാവില്ല. ബെറ്റർ ഐ ലീവ് മച്ചാ. പ്ലീസ് ഇരിക്ക് പ്രകാശ്, ഇരിക്കെ. പിന്നെ സീ മൈ ഫേസ്, ഐ എം ലൈക്ക് എ ബേബി. എന്ത് പറഞ്ഞാലും ശരിയാവില്ലേ? ഐ ഹാവ് ടു ബി കെയർഫുൾ ഓർ വാട്ട്? ഐ കാൺട്ട് ബി മൈസെൽഫ്. ഹേ സീ, ടുഡേ ഹേഴ്സ് ബർത്ത്ഡേ. സോ വേഗം നീ അവിടെ ഫോക്കസ് ചെയ്യ്. നീ കുറച്ച് വടയിൽ ഫോക്കസ് ചെയ്യ്. എന്നെ വിട്ടേര്. എന്തൊരു മഴ. സോ നിത്യ, ഒരു രക്ഷയില്ല. എന്ത് ഭംഗിയാ നിനക്ക്. നീയും യു ലുക്ക് വെരി ഹാൻസം വരുൺ. ഇതെല്ലാം നീ കാരണം. അച്ഛൻ ചോദിക്കുന്ന കേട്ടു, ആരാ ഇവൻ ഈ നല്ല ഷർട്ട് വാങ്ങിക്കൊടുത്തതെന്ന്. പറയാറുന്നില്ലേ ഞാനാണെന്ന്? പറഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും നിന്നെ മനസ്സിലാവും. എന്തിനാ വെറുതെ? ഓ മൈ ഗോഡ്, യു ആർ ബ്യൂട്ടി നിത്യ. കുടയില്ലേ വണ്ടിയിൽ? നിത്യ, കാവ്യയ്ക്ക് ഫോൺ ചെയ്ത് ഒരു കുട എടുത്ത് വരാൻ പറ. മഴ തീരുമെന്ന് തോന്നുന്നില്ല നിത്യ. തീരാൻ പാടില്ല മഴ. നിത്യ, നിനക്ക് വേണ്ടി ആ പാർട്ടി തന്നത് നിന്റെ ബർത്ത്ഡേ എന്നാ നിത്യ? എൻ്റെ ബർത്ത്ഡേ ആവുമ്പോൾ എനിക്കെന്താ വേണ്ടത്? അതല്ലേ നീ ചെയ്യണ്ടേ? ഓക്കെ, നിനക്ക് എന്തു വേണോ അത് ചെയ്യും. പറ, നിനക്ക് പാർട്ടിക്ക് പോകണോ? ഐ ലവ് യു വരുൺ. I really love you. കാതിൽ നിൻ കുരൽ കേൾക്കും നേരം സുഖമാഹേ. കാതിൽ നിൻ കുരൽ കേൾക്കും നേരം സുഖമാഹേ. ഭൂവിൽ നിൻ നിഴൽ കാണും നേരം രസമാഹേ. മിഴി തന്നിൽ മിഴിയൂന്നി വിരലിന്മേൽ വിരൽ തൊട്ട് ഇതുപോൽ വേറെ എന്ത് വേണം? ഒന്നും പറയാനില്ലേ? ഉണ്ട്, പറഞ്ഞല്ലോ ഇപ്പം. വാട്ട്?